റാഗിംഗ് കല്യാണത്തിന്റെ തലേന്ന് കല്യാണം കഴിഞ്ഞ രാത്രി പെണ്ണിനെയും ആണിനെയും കൊണ്ട് ചായ വെപ്പിക്കുക. ആണൊരു ജിമ്മിന് പോകുന്ന ആളാണെങ്കിൽ ജിമ്മിന് ധരിക്കുന്ന വസ്ത്രം ധരിച്ച് ജിമ്മിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുക. പത്രം വെക്കുന്നവനാണെങ്കിൽ സൈക്കിൾ ഓടിക്കുക. ചായക്കടക്കാരനാണെങ്കിൽ ചായ വെപ്പിക്കുക. പൊറോട്ടക്കാരനാണെങ്കിൽ പൊറോട്ട അടുപ്പിക്കുക. അങ്ങനെ ഓരോ മേഖലയിൽ, പച്ചക്കറിക്കാരനാണെങ്കിൽ അങ്ങനെ ഓരോ രീതിയിൽ അവനെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന, ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഒരാളെ റാഗിംഗ് ചെയ്യുന്നത് ധൂർത്താണോ അല്ലേ എന്ന് നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ അപ്പൊ പാട്ട് പാടില്ല എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പാട്ടാ പാടില്ലാത്തത്, ഏതൊക്കെ പാട്ടാ പാടുള്ളത്? കൈകൊട്ടിപ്പാട്ട് പാടുണ്ടോ? അറവനെ മാത്രം കൊണ്ടുവന്ന് മുട്ടുന്നത് പാടുണ്ടോ? മ്യൂസിക്കുള്ള പാട്ട് പാടുണ്ടോ? ഇനി ഒരാള് പാട്ടുകാരെ കൊണ്ടുവന്നില്ല, പാട്ട് പാടുന്ന പെൺകുട്ടികളെ കൊണ്ടുവന്നില്ല. പക്ഷേ അയാൾ ബോക്സ് വെച്ചിട്ട് വളരെ ലൈറ്റ് മ്യൂസിക് 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഉണ്ടാകുന്നത് പോലെ ഒരു ലൈറ്റ് മ്യൂസിക് വെച്ചു, അത് പാടുണ്ടോ? എല്ലാം നമ്മൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് വിവരിച്ചു കൊടുക്കാതെ നമ്മുടെ നാട്ടിലുള്ള ഒരു ആർഭാടങ്ങൾക്കും അവസാനം വരാൻ പോകുന്നില്ല. ആണും പെണ്ണും തമ്മിൽ ഇടകലർന്നില്ല. ഇപ്പൊ അങ്ങനെയാണല്ലോ, നിക്കാഹിന്റെ സദസ്സിൽ പെണ്ണും കയറും. പണ്ടങ്ങനൊന്നുമില്ല. ഇപ്പൊ നിക്കാഹിന്റെ സദസ്സിൽ പെണ്ണും കയറാൻ തുടങ്ങി. എന്നിട്ട് പെണ്ണും ആണും ഡാൻസ് ചെയ്യുക, താഴെ കാണികളായിട്ട് ഏതൊക്കെയോ അന്യപുരുഷന്മാർ, നാട്ടുകാർ, ചങ്ങാതി, പുതിയാപ്പിളയുടെ ചങ്ങാതിമാര്, പുതിയാപ്പിളയുടെ കുടുംബക്കാര്, എന്നിട്ട് പെണ്ണും ആണും കൂടി സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്യുക. ഇതൊന്നും നോർമലൈസായി. ഇതൊന്നും ഇപ്പൊ ഇനി പറഞ്ഞ ഞാൻ 6-ാം നൂറ്റാണ്ടുകാരനായി. എന്നെ തന്ത വൈബൊന്നും ഇപ്പൊ ഇത് കാണുന്ന